നമസ്കാരം. 150 വർഷം മുമ്പ് വരെ ലോകത്തെ അടക്കി ഭരിച്ചിരുന്നത് ചെറിയ യൂറോപ്യൻ രാജ്യങ്ങളായിരുന്നു. അവരുടെ തൊലിവെളുപ്പും ബുദ്ധിയുമായിരുന്നു ലോകത്തെ അടക്കി ഭരിക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. നെതർലൻഡ്സും സ്പെയിനും പോർച്ചുഗലും ഫ്രാൻസും ബ്രിട്ടനുമൊക്കെ അങ്ങനെ ലോകത്തെ വിവിധ രാജ്യങ്ങളെ കോളനികളാക്കി ഭരിച്ചു. സ്പാനിഷും ഇംഗ്ലീഷും ലോകഭാഷകളായി മാറിയതുപോലും ഈ സാമ്രാജ്യത്വ ഭരണത്തിൻ്റെ തുടർച്ചയായാണ്. വളരെ ചെറിയ രാജ്യമായ സ്പെയിൻ എങ്ങനെയാണ് ഒരു കാലത്ത് ലോകത്തെ അടക്കി ഭരിച്ചത് എന്നത് അത്ഭുതത്തോടെ മാത്രം ഓർക്കേണ്ടതാണ്. ഇന്ന് ആ പഴയ പ്രതാപത്തിൻ്റെ ഓർമ്മകളുമായി കുടിയേറ്റക്കാരെ ഓർത്ത് നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാണ് സ്പെയിൻ അടക്കമുള്ള ചെറിയ രാജ്യങ്ങൾ. ഇന്ന് പാശ്ചാത്യ ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അഭയാർത്ഥികളുടെ തള്ളിക്കയറ്റമാണ്. ദരിദ്ര രാജ്യങ്ങളിൽ നിന്ന് പല വഴികളിലൂടെ അഭയാർത്ഥികൾ ഇത്തരം രാജ്യങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നു. മനുഷ്യാവകാശ നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കുന്നത് കൊണ്ട് ഇവരെ തമസ്കരിക്കാനോ ആട്ടിയോടിക്കാനോ പലപ്പോഴും ഈ രാജ്യങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ കുടിയേറ്റ വിരുദ്ധ രാഷ്ട്രീയം ഈ രാജ്യങ്ങളിലെയൊക്കെ മുഖ്യധാര രാഷ്ട്രീയമാവുന്നു. നെതർലൻഡ്സിലും ഇറ്റലിയിലുമൊക്കെ വലത് വംശീയ രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിലെത്തിയതും ഫ്രാൻസിലും പോർച്ചുഗലിലും ബ്രിട്ടനിലുമൊക്കെ അവർ അധികാരത്തിന് അടുത്തെത്തി നിൽക്കുന്നതും ഈ കുടിയേറ്റ വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങളിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം ഈ നാളുകളിൽ കുടിയേറ്റക്കാരാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും പ്രശ്നബാധിതമായ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും പല വഴികളിലൂടെ കുടിയേറ്റക്കാർ ഒഴുകിയെത്തുകയാണ്. ഇവരെയൊക്കെ എത്തിക്കുന്നതിന് വേണ്ടി വലിയ മാഫിയകൾ പ്രവർത്തിക്കുന്നു. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, ഇറാഖ്, ഇറാൻ, സിറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഏറ്റവും അധികം കുടിയേറ്റക്കാരെത്തുന്നത്. ഇവരെ കൂടാതെ ഒഴുകിയെത്തുന്നത് ആഫ്രിക്കയിലെ ദരിദ്ര പ്രശ്നബാധിത രാജ്യങ്ങളിൽ നിന്നാണ്. ഇവരൊക്കെ റിസ്ക് എടുത്ത് വലിയ ഡെങ്കി ബോട്ടുകളിൽ കയറി യൂറോപ്പ് ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നു. ഗ്രീസിലെയോ ഫ്രാൻസിലെയോ ഒക്കെ ഏതെങ്കിലുമൊക്കെ ദ്വീപിൽ വന്നടിയുന്നു. അവിടെ എത്തുന്നതിന് മുൻപ് നിരവധി പേർ കൊല്ലപ്പെടാറുണ്ട്. എന്നിട്ടും അതിനെയൊക്കെ അതിജീവിച്ചെത്തുന്നവർ അവസരം കിട്ടുമ്പോൾ ബ്രിട്ടനിലേക്കും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്കും പ്രവഹിക്കും. ഇവരെ പരമാവധി നാടുകടത്താനും ഒഴിവാക്കാനും നിയമനിർമ്മാണങ്ങൾ നടത്തി പലരും ശ്രമങ്ങൾ നടത്തുമ്പോഴും ഇത്തരക്കാരെ സ്വീകരിച്ച് ആനയിക്കേണ്ട ഗതികേടിലേക്ക് ഇവർ യൂറോപ്യൻ മനുഷ്യാവകാശ നിയമങ്ങൾക്ക് ചുവട് പിടിച്ച് നിർബന്ധിതരാകുന്നു. എന്നാൽ ഇവരിൽ നിന്നും വ്യത്യസ്തമായ സമീപനമാണ് കുടിയേറ്റക്കാരുടെ സ്പെയിൻ എന്ന കൊച്ചു രാജ്യം എടുക്കുന്നത്. പ്രത്യേകിച്ച് സ്പെയിനിൽ ഒരു സോഷ്യലിസ്റ്റ് ഭരണകൂടം വന്നതോടെ അഭയാർത്ഥികളെ സ്വീകരിക്കുകയാണ്, ഒഴിവാക്കുകയല്ല വേണ്ടത് എന്ന നിലപാടിലേക്ക് മാറി. അതുകൊണ്ട് ഈ ഏപ്രിൽ മാസത്തിൽ സ്പെയിൻ ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. ആ രാജ്യത്ത് താമസിക്കുന്ന സകല അനധികൃത കുടിയേറ്റക്കാർക്കും വർക്ക് പെർമിറ്റ് കൊടുക്കാനുള്ള നിയമമായിരുന്നു. ഗൾഫ് രാജ്യങ്ങൾ പൊതുമാപ്പ് നൽകി തിരിച്ചയക്കുന്നത് പോലെ സ്പെയിൻ എല്ലാവർക്കും മാപ്പ് നൽകി വർക്ക് പെർമിറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. ഗൾഫ് രാജ്യങ്ങളിൽ നിയമവിരുദ്ധമായി എത്തുന്നവരെ ജയിലിൽ അടയ്ക്കുകയും അവർക്ക് പൊതുമാപ്പ് നൽകി നാട് കടത്തുകയുമാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ അങ്ങനെ ജയിൽവാസമൊന്നും ഉണ്ടായിരുന്നില്ല. അനധികൃതമായി എത്തിയവർ എവിടെയെങ്കിലുമൊക്കെ ബ്ലാക്ക് എക്കണോമിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഏപ്രിൽ 1-ാം തീയതിക്ക് മുമ്പ് സ്പെയിനിലെത്തിയ സകലർക്കും വർക്ക് പെർമിറ്റും താമസ പെർമിറ്റും കൊടുക്കാൻ സോഷ്യലിസ്റ്റ് സർക്കാർ തീരുമാനിക്കുന്നു. ഏതാണ്ട് 5 ലക്ഷം അനധികൃത കുടിയേറ്റക്കാർ ഉണ്ടാവുമെന്നായിരുന്നു സർക്കാരിൻ്റെ കണക്കുകൂട്ടൽ. എന്നാൽ അപേക്ഷ ക്ഷണിച്ചപ്പോൾ 12 ലക്ഷം പേരാണ് അപേക്ഷിച്ചത്. എന്ന് വെച്ചാൽ സർക്കാർ പോലും അറിഞ്ഞിരുന്നില്ല 12 ലക്ഷം പേർ അവിടെയുണ്ടെന്ന്. സർക്കാർ വെച്ച ഏക നിബന്ധന 5 മാസമെങ്കിലും അവിടെ ഉണ്ടാകണമെന്നായിരുന്നു. പക്ഷെ അതിനൊന്നും വലിയ ഗൗരവം കൊടുക്കാതെ ഈ 12 ലക്ഷം പേർക്കും വർക്ക് പെർമിറ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായും സ്പെയിനിലെ ജനങ്ങൾക്കിടയിൽ ഇതിനോട് എതിർപ്പുണ്ടാവും. അനധികൃത കുടിയേറ്റക്കാരെ കയ്യോടെ പിടിച്ച് കയ്യാമം വെച്ച് ട്രംപ് ചെയ്തതുപോലെ പ്രത്യേക വിമാനത്തിൽ നാട് കടത്തണം എന്ന് വിശ്വസിക്കുന്നവരാണ് സ്പെയിനിലെ ജനങ്ങളിലേറെയും. പക്ഷേ സോഷ്യലിസ്റ്റ് സർക്കാർ അവർക്കൊക്കെ അഭയം കൊടുക്കാൻ തീരുമാനിച്ചു. ഇതേക്കുറിച്ചുള്ള ഡിബേറ്റുകൾ നടക്കുന്നതിനിടയിൽ കഴിഞ്ഞ ദിവസം സകലരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു സംഭവമുണ്ടായി. വടക്കൻ ആഫ്രിക്കയോട് ചേർന്നുള്ള യൂറോപ്പിൻ്റെ ഭൂപ്രദേശമാണ് സ്പെയിൻ. സ്പെയിനും മൊറോക്കയും തമ്മിൽ കടൽ വഴി കാര്യമായ അകലമൊന്നുമില്ല. സ്പെയിനിൻ്റെ മൊറോക്കൻ അതിർത്തിയിലുള്ള സ്യൂട്ട എന്ന സ്വതന്ത്ര പ്രവിശ്യയിലാണ് ഏറ്റവും കൂടുതൽ കുടിയേറ്റക്കാരുള്ളത്. കഴിഞ്ഞ ദിവസം സ്പെയിനിനെ ഞെട്ടിച്ചുകൊണ്ട് പല ഡെങ്കി ബോട്ടുകളിൽ ചെറുവള്ളങ്ങളിലായി ആയിരക്കണക്കിന് മൊറോക്കക്കാരും അൾജീരിയക്കാരും ഒഴുകിയെത്തി. സംഘടിതമായി യുദ്ധം നടത്തി പിടിച്ചെടുക്കുന്നത് പോലെയായിരുന്നു ഇവരുടെ രംഗപ്രവേശം. ഏറ്റവും കുറഞ്ഞത് 20,000 പേരെങ്കിലും കഴിഞ്ഞ 2 ദിവസം കൊണ്ട് സ്യൂട്ടയിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആർക്കും തടയാൻ കഴിയാത്ത വിധത്തിൽ അനേകം ഡെങ്കി ബോട്ടുകളിൽ സ്പെയിൻ തീരത്തേക്കെത്തി ആളുകൾ എടുത്തു ചാടുകയാണ്. എന്നിട്ടവർ നീന്തി
ബീച്ചുകളിലേക്കും മറ്റും കയറാൻ ശ്രമിക്കുന്നു. അപ്രതീക്ഷിതമായി ഒരു യുദ്ധം നടക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് നീന്തിയെത്താൻ തുടങ്ങിയതോടെ സ്പെയിൻ അധികാരികൾ ഞെട്ടിത്തെരിച്ചു. സ്യൂട്ടയിലെ താമസക്കാരായ സ്പാനിഷുകാരുടെ വീടുകളിലേക്ക് പോലും പലരും ഇരച്ചു കയറി. നിവൃത്തികെട്ടിവർ സ്പാനിഷ് പതാകയൊക്കെയായി പുറത്തേക്ക് ചാടിയിറങ്ങി ഇങ്ങനെ അഭയാർത്ഥികളെ നേരിടാൻ തുടങ്ങി. ആകെ ഈ പ്രവിശ്യയിലുള്ള ആൾക്കാരുടെ എണ്ണം 80,000 ഏതാനും ദിവസം കൊണ്ട് 20,000 പേർ ഈ സ്ഥലത്തേക്ക് എത്തിയതോടെ ഈ നാടിന്റെ സന്തുലനാവസ്ഥ പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയായി. സഹികെട്ട നാട്ടുകാർ കുടിയേറ്റക്കാരെ സ്പാനിഷ് പതാക ഏന്തി നേരിട്ട് ആക്രമിക്കാൻ തുടങ്ങി. തുടർന്ന് പോലീസും പട്ടാളവും ഇറങ്ങി. സ്യൂട്ടയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്ന് സ്പാനിഷ് സർക്കാരിനോട് സ്യൂട്ട പ്രാദേശിക ഭരണകൂടം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാട്ടുകാരും കുടിയേറ്റക്കാരും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാണ്. പല ബോട്ടുകളെയും കടൽ തീരത്തെടുക്കാൻ അനുവദിക്കുന്നില്ല. കുറച്ചുപേരെങ്കിലും കടലിൽ മുങ്ങി മരിച്ചുപോയി എന്നാണ് റിപ്പോർട്ടുകൾ. സ്പെയിനിലെ സോഷ്യലിസ്റ്റ് സർക്കാർ അതിരുവിട്ട് കുടിയേറ്റക്കാർക്ക് ഇളവ് കൊടുത്തതിന്റെ അനുഭവിക്കുകയാണ് അവർ എന്നാണ് പാശ്ചാത്യ സൗഹൃദ രാജ്യങ്ങൾ സ്പെയിനിനെ കുറ്റപ്പെടുത്തുന്നത്. ഇങ്ങനെ പോയാൽ മൊറോക്കയിലെയും അൾജീരിയയിലെയും മാത്രമല്ല ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ മുഴുവൻ കുടിയേറ്റക്കാരും സ്പെയിനിലേക്ക് ഒഴുകിയെത്തുമെന്ന് ആശങ്കപ്പെടുന്നവർ ഏറെയാണ്. ഒരു ഷെങ്കൻ രാജ്യമായ സ്പെയിൻ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മുഴുവൻ ഭീഷണിയാണെന്ന് അയൽ രാജ്യങ്ങൾ പറയുന്നു. സ്പെയിനിന്റെ ഷെങ്കൻ അംഗത്വം റദ്ദാക്കണം എന്ന മുറവിളിയും ഉയർന്നിട്ടുണ്ട്. ആഫ്രിക്കൻ കുടിയേറ്റക്കാർ യൂറോപ്പിനെ വിഴുങ്ങുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നുവെന്ന ആരോപണം ശക്തമാണ്. ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടി ലോകത്തിന് നിറകയിലെത്തിയ സ്പെയിൻ ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ആ ഫുട്ബോൾ നേട്ടത്തിന്റെ പേരിലല്ല, നേരെ മറിച്ച് ആഫ്രിക്കൻ അഭയാർത്ഥികൾക്ക് വേണ്ടി വാതിൽ തുറന്ന് സ്വയം പണി ചോദിച്ചു വാങ്ങിയതിന്റെ പേരിലാണ്.